നമുക്കിനി മണ്ഡലത്തിലെ പൊതുവെയുള്ളൊരു രാഷ്ട്രീയ കാലാവസ്ഥ ഇനി എങ്ങനെയാണെന്ന് പരിശോധിക്കണം. നമുക്കിപ്പം അജിത്തും ആൽവിനും ചേരും. ആദ്യം അജിത്തിലേക്ക് പോകാം എന്ന് തോന്നുകയാണ്. കാരണം അജിത്ത് അവിടെ കോട്ടയത്തെ പ്രചാരണത്തിലൊക്കെ തുടക്കം മുതൽ അവിടെ എല്ലാ മണ്ഡലങ്ങളിലും പോയി. ഈ അടുത്ത ദിവസം PC-യിൽ നിന്ന് തെറിവിളിയും കേട്ടു. അതെ, നമ്മളത് പറയുകയും ചെയ്തു. അജിത്ത് എന്തായാലും ഈ പ്രചാരണങ്ങളൊക്കെ ഒരു തരത്തിൽ എല്ലാ മുന്നണിക്കും വളരെ പ്രാധാന്യമുള്ള സ്ഥലമാണ്. നമ്മൾ ഈ പറഞ്ഞതുപോലെ ചില മണ്ഡലങ്ങളിൽ ത്രികോണ പോരാട്ടം ഉള്ള സ്ഥലമാണ്. എന്തായാലും എല്ലാ സ്ഥാനാർത്ഥികളും വളരെ ആവേശത്തിലാണ്. ചെറിയ വോട്ടുകൾക്ക് പോലും മണ്ഡലം മാറുന്ന സാഹചര്യമുണ്ട്. കേരള കോൺഗ്രസുകളുടെ പോരാട്ടമുണ്ട്. എങ്ങനെയാണ് പൊതുസ്ഥിതി? രജിസ്റ്റർ സേതുലക്ഷ്മി, ഇതിൽ പ്രധാനമായ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് UDF-നെ സംബന്ധിച്ച് അവർ ഏറ്റവും പ്രതീക്ഷ വെക്കുന്ന ജില്ലകളിലൊന്നാണ്. മധ്യ കേരളത്തിൽ UDF വലിയ മുന്നേറ്റമാണ് ഈ തെരഞ്ഞെടുപ്പിലാകെ പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ 9 സീറ്റിൽ എത്രത്തോളം സീറ്റുകൾ ഉയർത്താൻ, നിലവിലെ സാഹചര്യം 5-4 എന്നുള്ളതാണ്, അതിൽ നിന്ന് മാറി എത്ര സീറ്റ് ഉയർത്താൻ കഴിയുമെന്നുള്ള വലിയ ലക്ഷ്യം വെക്കുന്ന ജില്ലയാണ്. ഒരു പക്ഷേ UDF-ന് ഇത്തരത്തിൽ കോട്ടയം ജില്ലയിൽ വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഈ തെരഞ്ഞെടുപ്പിന്റെ ഫലം തന്നെ നമുക്ക് വേണമെങ്കിൽ പ്രവചിക്കാൻ കഴിയുന്ന തരത്തിലാണ്. കാരണം കോട്ടയത്തിന്റെയും എറണാകുളത്തിന്റെയും ഒക്കെ സാഹചര്യങ്ങൾ അത്രത്തോളം പ്രാധാന്യത്തോടു കൂടിയാണ് UDF നേതൃത്വം കണക്ക് കൂട്ടുന്നത്. അതുകൊണ്ട് തന്നെയാണ് പ്രധാനപ്പെട്ട നേതാക്കൾ ഉൾപ്പെടെ എത്തിക്കൊണ്ട് ജില്ലയിലെ പ്രവർത്തനങ്ങൾ ക്രോഡീകരിച്ചുകൊണ്ട് പ്രവർത്തനങ്ങൾ നടത്തുന്നത്. ഒരു വലിയ വർധനവ് സീറ്റുകളുടെ കാര്യത്തിൽ UDF പ്രതീക്ഷിക്കുന്ന സ്ഥലമാണ്. അതോടൊപ്പം തന്നെ LDF ശക്തമായ മത്സരം കാഴ്ചവെക്കുന്നു. അതിനോടൊപ്പം ഈ കേരള കോൺഗ്രസിന്റെ നിലനിൽപ്പുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ഉയരുന്ന തെരഞ്ഞെടുപ്പാണ് കേരള കോൺഗ്രസ് എമ്മിന്റെ തെരഞ്ഞെടുപ്പ്. അതുകൊണ്ട് തന്നെ അവരതിന് ശക്തമായ മത്സരം കാഴ്ചവെക്കുന്നു, വലിയ പ്രവർത്തനങ്ങൾ നടത്തുന്നു. അതിൽ ഏറ്റവും പ്രധാനമായും ഒന്നാമത്തെ സ്ഥലം പാല തന്നെയാണ്. പാലായിലെ കാലാവസ്ഥ, രാഷ്ട്രീയ കാലാവസ്ഥ ഈ തെരഞ്ഞെടുപ്പ് തുടങ്ങിയപ്പോൾ രണ്ട് മുന്നണികൾ തമ്മിലുള്ള മത്സരമാണെങ്കിൽ ഇപ്പോൾ ആ ഒരു ഘട്ടത്തിലേക്ക് എത്തിയപ്പോഴേ അതൊരു ത്രികോണ മത്സരത്തിന്റെ പ്രതീതിയിലേക്ക് കാര്യങ്ങൾ മാറുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അത്രയും ശക്തമായ ഈ ചൂടൊന്നും വകവയ്ക്കാതെ പാലായിൽ ശക്തമായ പ്രവർത്തനങ്ങൾ 3 മുന്നണികൾ നടത്തുന്നു. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന്റെ കണക്കെല്ലാം നമുക്കറിയാം. ജില്ലയിലാകെ അത് UDF-ന് അനുകൂലമായിരുന്നു. വൈക്കത്ത് ഒഴിച്ചുമെന്ന് നിർത്തിയാൽ ബാക്കി എല്ലായിടത്തും UDF-ന് വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞു. പക്ഷേ അതേ മുന്നേറ്റം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകാൻ കഴിയുമോ എന്ന കാര്യം സംശയമാണ്. കാരണം അതിന്റെ പാറ്റേൺ തന്നെ ഡിഫറൻ്റ് ആണ്. അതോടൊപ്പം തന്നെ നമ്മൾ പൂഞ്ഞാറിൻ്റെ കാര്യവും നേരത്തെ നിങ്ങൾ സൂചിപ്പിച്ചു. ത്രികോണ മത്സരമാണ് ശക്തമായി നടക്കുന്നത്. അവിടെ ഏത് നിലയ്ക്ക് ആര് വോട്ട് പിടിക്കുന്നു, അത് ആർക്കാണ് ദോഷം ചെയ്യുന്നതെന്ന് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അറിയേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ടത് ജില്ലയിലെ പ്രധാനപ്പെട്ട ഈ കോൺഗ്രസിനെ സംബന്ധിച്ച് നിരവധിയായ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട നിരവധി പ്രശ്നങ്ങളുണ്ടായി. അതുകൊണ്ട് ആ പ്രശ്നങ്ങളൊക്കെ തെരഞ്ഞെടുപ്പിനെ ബാധിച്ചിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ വോട്ടുകൾ കുറയുന്ന സാഹചര്യം ഉണ്ടായാൽ പിന്നീട് അത് കോൺഗ്രസിന് വലിയ തലവേദന ഉൾപ്പെടെ ഉണ്ടാക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറും. അതുൾപ്പെടെ നിലനിൽക്കുന്ന ജില്ല കൂടിയാണ്. ഏതാണെങ്കിലും ജില്ലയിലെ ആകെ വലിയ പ്രവർത്തനം 3 മുന്നണികളുടെയും ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നു. ഒരു ആദ്യഘട്ടത്തിലൊക്കെ നമുക്കറിയാം BJP വലിയ ശ്രദ്ധ കൊടുക്കാത്തൊരു ജില്ലയായിരുന്നു കോട്ടയം. പക്ഷേ ഇത്തവണ പ്രധാനപ്പെട്ട അവരുടെ സ്ഥാനാർത്ഥികളെ തന്നെ മത്സരിപ്പിക്കുന്ന നിലയിലേക്ക് കാര്യങ്ങളെത്തി. പൂഞ്ഞാറിൽ PC ജോർജ് മത്സരിക്കുന്നു, പാലായിൽ ഷോൺ ജോർജ് മത്സരിക്കുന്നു, കാഞ്ഞിരപ്പള്ളിയിൽ ജോർജ് കുര്യൻ മത്സരിക്കുന്നു. അങ്ങനെ BJP പിടിക്കുന്ന വോട്ടുകൾ നിർണായകമാവുകയും ചെയ്യും. NDA പിടിക്കുന്ന വോട്ടുകൾ ഈ കോട്ടയത്തെ സംബന്ധിച്ച് മറ്റു മുന്നണികൾക്ക് നിർണായകമാവുകയും ചെയ്യും. ഓക്കെ, താങ്ക് യു അജിത്ത്. ഇനി കോൺഗ്രസ് നമുക്കൊരു സ്പെഷ്യൽ കേസ് ആണല്ലോ. ഇപ്പൊ കോൺഗ്രസിനാണ് ഭരണം വേണ്ടത്, UDF-നാണ് ഭരണം പിടിക്കേണ്ടത്. അപ്പൊ അതുകൊണ്ട് തന്നെ എങ്ങനെയാകും കോട്ടയത്ത് ഇനി? ആൽവിൻ ചേരുകയാണ്. ആൽവിൻ, എന്തായാലും നമ്മൾ ഇപ്പോൾ അജിത്ത് പറഞ്ഞതുപോലെ വലിയ പ്രതീക്ഷയോടെ കോൺഗ്രസ് സ്ഥാനാർത്ഥിത്വത്തിലേക്കൊക്കെ വന്നെങ്കിൽ കൂടി അവിടെ കുറെ തർക്കങ്ങൾ ഉണ്ടായ സ്ഥലമൊക്കെയാണ്. ആ തർക്കങ്ങളൊക്കെ പൂർണ്ണമായും പരിഹരിച്ച് പ്രചാരണത്തിലേക്ക് പൂർണ്ണമായും തന്നെ കടക്കാൻ സാധിച്ചിട്ടുണ്ട്. പക്ഷേ ആ പ്രശ്നങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അതൊരു ഭീഷണിയായി തുടരുമോ? സേതു, ഗുഡ് ഈവനിങ്. ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ കോൺഗ്രസിൻ്റെ അല്ലെങ്കിൽ UDF-ൻ്റെ ഏറ്റവും പ്രതീക്ഷയുള്ള ഏരിയ എന്ന് പറയുന്നത് മധ്യ കേരളമാണ്. മധ്യ കേരളത്തിലെ കാറ്റ് മാറി വീശിയില്ല എങ്കിൽ UDF-ന് ഈ പറയുന്ന നേട്ടത്തിലേക്ക് എത്താൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ആ കാറ്റ് മാറി വീശുമെന്നുള്ളൊരു ഉറച്ച പ്രതീക്ഷയിലാണ് അവർ ഉള്ളത്. അതുകൊണ്ട് തന്നെ കോട്ടയം മണ്ഡലത്തിലെ സ്ഥാനാർത്ഥി പട്ടിക വരുന്നതിന് മുമ്പ് തന്നെ കോൺഗ്രസിൽ ചില കലാപങ്ങളൊക്കെ ഉണ്ടായിരുന്നുവെങ്കിൽ പോലും അതിൽ നിന്നൊക്കെ ഒരു മാറ്റം വന്നിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് ഇപ്പോൾ ഈ ഘട്ടത്തിൽ കാര്യം. അതിലേറ്റവും ശ്രദ്ധേയമായ കാര്യം 4 മണ്ഡലങ്ങളിൽ പുതുമുഖങ്ങളെയാണ് കോൺഗ്രസ് ഇറക്കുന്നത് എന്നുള്ളതാണ്. ആദ്യമായി മത്സരിക്കുന്ന ആളുകളാണ്. ഏറ്റുമാനൂരിൽ DCC പ്രസിഡന്റ് നാട്ടകം സുരേഷ്, കാഞ്ഞിരപ്പള്ളിയിൽ റോണി കെ ബേബി, പൂഞ്ഞാറിൽ സജി ഇറങ്ങുന്നു. അതോടൊപ്പം തന്നെ വൈക്കത്ത് ബിനിമോൻ. ഈ 4 പേരും ആദ്യമായി മത്സരത്തിന് ഇറങ്ങുന്നു എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും പ്രത്യേകത. കോട്ടയത്തും പുതുപ്പള്ളിയിലും മാത്രമാണ് മുൻപ് MLA-മാരായിട്ടുള്ള സിറ്റിംഗ് MLA-മാരെ ഇറക്കിയിട്ടുള്ളത്. മറ്റിടങ്ങളിലൊക്കെയും അവർ പുതുമുഖങ്ങളെ, മുമ്പ് മത്സരിക്കാത്ത ആളുകളെ പരീക്ഷിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. അതുകൊണ്ട് തന്നെ വൈക്കത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ വൈക്കത്ത്
CPI-യിൽ ചില പൊട്ടിത്തെറികളൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആ CPI-യിലെ പൊട്ടിത്തെറികൾ അത് എത്രത്തോളം അതിൽ നേട്ടം കൊയ്യാൻ കഴിയുമെന്നുള്ളതാണ് അതിൻ്റെ UDF-നെ സംബന്ധിച്ചിടത്തോളം ചോദ്യമായി വരിക. അവിടെ ചില ആളുകൾ അവിടെ CPI വിട്ട് മറ്റു പാർട്ടികളിലേക്കൊക്കെ പോകുന്ന സാഹചര്യമൊക്കെയും ഉണ്ടായിട്ടുണ്ട്. ആ സാഹചര്യങ്ങളെ അനുകൂലമാക്കിയെടുക്കാൻ കഴിയുമോ എന്നുള്ളതാണ് UDF കോൺഗ്രസ് അവിടെ തീരുമാനിക്കുന്നത്. ഏറ്റുമാനൂരിൽ ഈ നാട്ടകം സുരേഷ്, അദ്ദേഹം പരിചയസമ്പന്നനാണ്, മണ്ഡലത്തിൽ ഈഴവ കാൻഡിഡേറ്റ് കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഈഴവ വിഭാഗത്തിൽ നിന്നുള്ള വോട്ടുകൾ സമാഹരിച്ചുകൊണ്ട് അവിടെ ഒരു സ്പ്ലിറ്റ് ഉണ്ടാക്കി അതിൽ നേട്ടം കൊയ്യാൻ കഴിയും എന്നുള്ളതാണ് പ്രതീക്ഷ. റോണി കെ ബേബിയും അതോടൊപ്പം തന്നെ ഇപ്പോൾ സജി ജോസഫും പ്രാദേശികമായി അവർക്ക് നിലവിൽ വലിയ ബന്ധങ്ങളുള്ള ആളുകളാണ്. അവരെ അത്തരത്തിലാണ് പരീക്ഷിച്ചിട്ടുള്ളത്. നമുക്കറിയാവുന്ന പിന്നെ 2 മണ്ഡലങ്ങൾ പുതുപ്പള്ളിയിലും കോട്ടയത്തും തിരുവഞ്ചൂരിനെയും അതോടൊപ്പം തന്നെ ചാണ്ടിയമ്മനെയും പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. ഏതായാലും വലിയ പ്രതീക്ഷ UDF മധ്യകേരളത്തിൽ വെക്കുന്ന ഒരു ജില്ല കൂടിയാണ് കോട്ടയം. കോട്ടയത്ത് വലിയ നേട്ടമുണ്ടാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അപ്പം ആൽവിൻ, അജിത്ത്, രണ്ടുപേർക്കും താങ്ക് യു. ഈ പറഞ്ഞതുപോലെ കോട്ടയത്തെ സംബന്ധിച്ച് ഇപ്പോ നിലവിൽ പ്രവചനാതീതമാണ്. UDF-നെ സംബന്ധിച്ച് അവർ വളരെ നിലവിൽ എന്ന് പറയാം 5-4 എന്ന് പറഞ്ഞ് നിൽക്കുകയാണ്. പക്ഷേ പലപ്പോഴും ഇടതുപക്ഷം അത്ര വലിയ പ്രതീക്ഷയോടെ നിന്നതായിരുന്നില്ല. നേരത്തെയൊക്കെ 2 സീറ്റൊക്കെ നേടിയ സ്ഥലത്ത് അപ്രതീക്ഷിതമായി കഴിഞ്ഞ തവണ വലിയ നേട്ടം. അപ്പം നോക്കാം ഇത്തവണ എങ്ങനെയാണ് ആര് തുണയ്ക്കും എന്നുള്ള കാര്യങ്ങളൊക്കെ. രജീഷ് നമുക്ക് വൈൻഡപ്പ് ചെയ്താലോ? ഓക്കെ, പിന്നെ കോട്ടയം കഴിഞ്ഞു. നാളെ കോട്ടയം കഴിഞ്ഞ സ്ഥിതിക്ക് എറണാകുളത്തേക്ക് വരാം. ഓക്കെ, അപ്പൊ നാളെ എറണാകുളം ജില്ലയുടെ വിശേഷങ്ങളായിരിക്കും.